ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ വീണ്ടും വന്നേ. അപ്പം നല്ലൊരു മോർണിംഗ് അല്ലേ, ഡിസംബറിലെ തണുപ്പൊക്കെ എങ്ങനെയുണ്ട്? ഈ ഒരു ഡ്രസ്സ് കണ്ടോ, ഇതെൻ്റെ അച്ഛൻ്റെ ഡ്രസ്സാണ്. അച്ഛൻ എന്തായാലും നാട്ടിലില്ല, അപ്പം ഞാൻ എടുത്തിടാന്ന് കരുതി. വെറുതെ പൊടി പിടിച്ച് കിടക്കല്ലേ. അപ്പം അതാ നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ ബീഫ് കിട്ടിയിട്ടുണ്ട്. ബീഫ് നല്ല രീതിക്ക് വൃത്തിയാക്കി കഴുകിയിട്ട് കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഉരുളക്കിഴങ്ങും തക്കാളിയും നമ്മുടെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റും ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടിയും മീറ്റ് മസാലയും ആവശ്യത്തിന് ഉപ്പും വെച്ചിട്ട് കൈ വെച്ച് നല്ല രീതിക്ക് നമ്മുടെ ബീഫിൽ ഞെരടി കൊടുക്കുന്നുണ്ട്. ഉള്ളി നമ്മളിപ്പോൾ ഇടുന്നില്ലേ. അപ്പോൾ ആ ഞെരടി വെച്ച ബീഫിനെ ഞാൻ അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട്. ഒരു 7 വിസിൽ വരെ അവിടെ കടന്നടിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ പിട്ടിന് കുഴച്ച് വെക്കേ. പിട്ട് കയ്യിൽ കുഴച്ചാൽ കിട്ടുന്ന ഈ ഒരു പാകം ഉണ്ടല്ലോ, ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് വന്നിട്ട്. അതിനുശേഷം ഇതാ നമ്മുടെ വിസിലിൻ്റെ ഒച്ച കേട്ട് എൻ്റെ ചെക്കൻ അന്താളിച്ച് കുന്താളിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പിട്ടൊക്കെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരടുപ്പത്ത് പിട്ടും മറ്റേ അടുപ്പത്ത് ബീഫും കിടന്ന് വേവുന്ന സമയം കൊണ്ട് ഇതാ ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ നമ്മുടെ ഉള്ളിയിട്ട് നല്ല രീതിക്ക് വാട്ടി കൊടുക്കുന്നുണ്ട്. ഉള്ളി ഈ ഒരു പാകമായി വരുമ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് ബീഫ് ഞാൻ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് നല്ല രീതിക്ക് വരട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രധാന ആളിതാ കുരുമുളക് പൊടി അതൊക്കെ നല്ല രീതിക്ക് വെതറി കൊടുത്തിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ബീഫിൻ്റെ പാകം. ചപ്പും കരിവേപ്പിലും ഇടാൻ മറക്കരുതേ. അതിനുശേഷം നമുക്ക് തന്നെ ടേസ്റ്റ് നോക്കാം. വേറെ ആരും ഇല്ല ഇവിടെ ടേസ്റ്റ് നോക്കാം. അപ്പം ഞാൻ എൻ്റെ ചൂട് പിട്ടിലേക്ക് ബീഫ് ഒഴിച്ചിട്ട് നല്ല രീതിക്ക് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പിട്ടും ബീഫും കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിനുശേഷം അത് നല്ല രീതിക്ക് ഞാൻ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാണ്, അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്